മൃഗസംരക്ഷണവും സഹജീവി സ്നേഹവും ഒക്കെ വളരെ നല്ലതാണ്. പക്ഷേ സ്വന്തം സഹോദരനോടും മറ്റുള്ള മനുഷ്യനോടുമുള്ള സ്നേഹത്തെക്കാൾ ഉപരിയായി അത് വളരുമ്പോഴാണ് പ്രശ്നം. പശുക്കൾക്ക് ആധാർ കാർഡ് കൊടുക്കണമെന്നും എല്ലാ ജില്ലയിലും ഉപേക്ഷിക്കപ്പെട്ട 500-ലധികം ജീവികളെ സംരക്ഷിക്കാനുള്ള കേന്ദ്രങ്ങൾ ഉണ്ടാക്കണമെന്നും കഴിഞ്ഞ ദിവസം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഒരു ശുപാർശ നടത്തി. മറ്റൊന്നുമല്ല പ്രശ്നം, ഇങ്ങനത്തെ ഓരോ ശുപാർശകളും ഇതൊക്കെ ഓരോ നിയമമൊക്കെ ഇറക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എത്ര രൂപയാണ് ഈ ഓരോ കാര്യങ്ങൾക്കായി നമ്മുടെ ഗവൺമെൻറ് മുടക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും അറിയണം. ഈ ആധാർ കാർഡൊക്കെ എടുക്കാനായിട്ട് ഇനി ഓരോ കർഷകനും പശുവിനെയും കൊണ്ട് പഞ്ചായത്ത് ഓഫീസിൻ്റെ നടന്നിറങ്ങുന്നത് കാണാനും നല്ല രസമായിരിക്കും. മിത്രോ അച്ഛേ ദിൻ ആനെ വാലേ ഹേ എന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞപ്പോൾ അതിലെ മിത്രോ എന്നത് പശുക്കളെയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഉപേക്ഷിക്കപ്പെട്ട 500 ജീവികളെ സംരക്ഷിക്കാൻ കേന്ദ്രമുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപേക്ഷിക്കപ്പെട്ട ജീവികളെന്ന് ഉദ്ദേശിക്കുന്നത് പശുക്കളെ തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിൽ മൊത്തം 707ഓളം ജില്ലകളുണ്ട്. ഇങ്ങനത്തെ എല്ലാ ജില്ലയിലും 500 പശുക്കളെ വെച്ച് സംരക്ഷിക്കാൻ ഉള്ള കേന്ദ്രങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള ചെലവ് എത്രയാണെന്ന് എല്ലാവരും ഒന്ന് അറിഞ്ഞു ചെയ്ത് നന്നാവും. ഒരു പശുവിനെ ഒരു ദിവസം നോക്കുവാൻ നമുക്ക് ഏകദേശം 120 രൂപ. ഇത് പാലില്ലാത്ത പശുവിൻ്റെ ചിലവാണ് പറയുന്നത്. 120 രൂപ പ്രതിദിനം ചിലവാകും ഏകദേശം. അങ്ങനെയാണെങ്കിൽ ഒരു മാസം 3600-ഉം 500 പശുവിന് ഒരു മാസം 18 ലക്ഷം രൂപയും. പിന്നീട് അത് ഈ 707 ജില്ലകളിലും 500 പശുക്കളെ വെച്ച് നോക്കണമെങ്കിൽ ഏകദേശം 124 കോടി രൂപയോളം ഒരു മാസം ചിലവുള്ളൊരു പദ്ധതിയാണിത്. അതായത് ഒരു വർഷം 1500 കോടിയോളം രൂപ ചിലവ് വരുന്ന പരിപാടി. ഇതുകൂടാതെ നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് പറയുന്നത് ഒരു പശുവിന് മിനിമം 7 സ്ക്വയർ മീറ്റർ, പൂർണ്ണ വളർച്ചയെത്തിയ ഒരു പശുവിന് 7 സ്ക്വയർ മീറ്റർ സ്ഥലം വേണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ 500 പശുവിന് 3500 സ്ക്വയർ മീറ്റർ, ഏകദേശം 1 ഏക്കർ സ്ഥലം. ഈ 1 ഏക്കർ സ്ഥലം നമ്മൾ ഈ 700 ജില്ലകളിൽ മേടിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. അതാവുമ്പോൾ അതുമാകും ഏകദേശം 700 കോടി രൂപ വേറെ. പിന്നെ ഈ 1 ഏക്കർ സ്ഥലത്ത് പശുവിനെ സംരക്ഷിക്കാനായിട്ട് ഷെഡ് കെട്ടി പശു കൊടുത്തൊഴുത്തുണ്ടാക്കി ഇതൊക്കെ ഉണ്ടാക്കി പണിയുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു ജില്ലയിൽ 1 കോടിയോ 2 കോടിയോ വെച്ച് വേറെ പോട്ടെ 1 കോടി കൂട്ടാം. അതും ഒരു 700 കോടി. അങ്ങനെയാണ് ഇനീഷ്യലായിട്ടുള്ള ചിലവ്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം 700 കോടി സ്ഥലം മേടിക്കാനും 700 കോടി ഷെഡ് പണിയാനും ഉള്ളത് വെച്ച് നോക്കിയാൽ അത് തന്നെ 1500 കോടിയുടെ വരുന്നത്. പിന്നെ പ്രതിവർഷം ഇതിൻ്റെ നടത്തിപ്പിനായി മറ്റൊരു 1500 കോടി വേറെ, ഏകദേശം 3000 കോടിയോളം ആദ്യ വർഷം ചിലവ് വരുന്ന ഇങ്ങനൊരു പദ്ധതി നമ്മുടെ നാട്ടിൽ പശുക്കൾക്ക് വേണ്ടി ചെയ്യുന്നതാണോ? അത് നമ്മുടെ നാട്ടിലെ കർഷകർക്ക് അവരുടെ കാർഷിക കടങ്ങൾ എഴുതി തള്ളുകയും അവർക്ക് കറക്റ്റായിട്ട് കൃഷിക്ക് ജലം എത്തിച്ചു കൊടുക്കുകയും അങ്ങനെയുള്ള പദ്ധതികൾ തുടങ്ങുകയാണോ ചെയ്യേണ്ടതെന്ന് നമ്മുടെ ഗവൺമെൻറ്റും നമ്മളെ ഭരിക്കുന്നവരും ചെറുപ്പത്തിൽ ചായ വിറ്റെന്നോ ചായക്കടയിൽ ചായ അടിച്ചു കൊടുത്തെന്നോ 4 നേരം പാല് കുടിക്കുന്നതാണെന്നോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. വീട്ടിൽ എൻ്റെ ചെറുപ്പം തൊട്ട് പശുവുണ്ട്. അതുകൊണ്ട് ഏകദേശ ചിലവുകളൊക്കെ എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിൽ പറയുന്നതാണെന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. ഇനി രാഷ്ട്രീയക്കാർ അവരുടെ ഈ പദ്ധതികൾ നടപ്പിലാക്കാനും മനുഷ്യനെ ചേരിതിരിക്കാനും മൃഗസംരക്ഷണത്തിൻ്റെ പേരിൽ പശു സംരക്ഷണത്തിൻ്റെ പേരിൽ മനുഷ്യനെ ചേരിതിരിച്ച് അധികാരം പിടിച്ചു വാങ്ങാനൊക്കെ പറയുന്ന ഒരു കാരണമുണ്ട്. നമ്മുടെ ഭാരതീയ സംസ്കാരവും ഭാരതത്തിലെ വിശ്വാസങ്ങളും, മെയിനായിട്ട് ഹിന്ദുക്കളുടെ വിശ്വാസമാണ് അവരൊക്കെ ഉദ്ദേശിക്കുന്നത്. ഹിന്ദുക്കളുടെ വിശ്വാസത്തെ ഞാനും ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഈ വിശ്വാസങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മളെ എല്ലാവരെയും നമ്മുടെ രാഷ്ട്രീയക്കാർ ചേർത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലത്തെ ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും മീറ്റ് എക്സ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ 6 കമ്പനികളിൽ 3 എണ്ണവും ഹിന്ദുക്കളുടെ കമ്പനികളാണ്. ഇത്രയധികം വിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കത് ചെയ്യാതിരുന്നൂടെ? അതുമാത്രമല്ല, ഒരു പശുവിനെ കൊല്ലുന്നതിൻ്റെ പേരിലോ പശുവിനെ മറ്റൊരാൾക്ക് മറച്ചു വിറ്റതിൻ്റെ പേരിലോ ഒരു സാധാരണക്കാരനായ കർഷകനെ അടിച്ചു കൊല്ലാനായിട്ട് ഇവിടെ ജനങ്ങൾ പശു സംരക്ഷണ സേന, ഗോസേന എന്നൊക്കെ പറഞ്ഞ് ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കി നിയമം കയ്യിലെടുത്ത് അവർക്കൊക്കെ എതിരെ പെരുമാറുന്നു. മറ്റൊരു മനുഷ്യനെ തല്ലിക്കൊല്ലുന്നതിന് ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെയുള്ള കോർപ്പറേറ്റുകൾ ലക്ഷക്കണക്കിന് പശുക്കളെ ഒരു ദിവസം നിരത്തി കൊല്ലുമ്പോൾ ഒരുത്തനും ചോദിക്കാനും ഇല്ല, പറയാനും ഇല്ല. ഇവരൊന്നും ചോദിക്കത്തില്ല. മൂത്രമൊഴിക്കും ഇവനൊക്കെ. ചില സമയത്ത് ആലോചിച്ച് കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ തലച്ചോറാണോ ഗോമൂത്രമാണോ ചാണകമാണോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോ. ഇന്ത്യയാണ് ലോകത്തിലെ തന്നെ ലെതർ പ്രൊഡക്ഷനിൽ 2ാം സ്ഥാനത്തിരിക്കുന്ന രാജ്യം. എക്സ്പോർട്ടിൻ്റെ കാര്യത്തിലായാലും പ്രൊഡക്ഷൻ്റെ കാര്യത്തിലായാലും 2ാം സ്ഥാനത്തിരിക്കുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ നല്ലൊരു ശതമാനം വരുമാനവും വിദേശ പൈസയും വരുന്നത് ഈ ലെതർ എക്സ്പോർട്ടിൽ നിന്ന്. ഈ ലെതർ എന്ന് പറയുന്ന സാധനം ജീവികളുടെ തൊലിയാണ്.
ഇതൊന്നും ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ച് ഇങ്ങനെ ലെതറായി വീഴുന്നതല്ല. നമ്മൾ വീട്ടിൽ വളർത്തുന്ന പശുക്കളെയും ആടുമാടുകളെയും ഒക്കെ കൊന്നിട്ട് തന്നെയാണ് ഈ ലെതറൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഈ മൃഗസംരക്ഷണം, പശു സംരക്ഷണം, ഗോസംരക്ഷണം എന്ന് ഇറങ്ങുന്ന ഏതവനേലും സ്വന്തം പാൻ്റെ അരയിൽ നിലനിർത്താനായിട്ട് കയറോ വള്ളിയോ ഉപയോഗിച്ച് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അവനൊക്കെ നല്ല ലെതറിൻ്റെ ബെൽറ്റേ ഇടൂ. അവൻ്റെ ഒക്കെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് മെതിയടിയാണോ? തടിയുടെ മെതിയടിയൊന്നും ഒരുത്തിൻ്റെ കയ്യിലും ഇല്ല. എല്ലാവരും ലെതറിൻ്റെ ചെരുപ്പോ ലെതറിൻ്റെ ഷൂവോ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ ഇവനൊക്കെ പറഞ്ഞിറങ്ങുന്നത് നമ്മളെ ചേരിതിരിക്കാനാണെന്ന്. ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ ഉദ്ദേശം ഒന്നേ ഉള്ളൂ: രാഷ്ട്രീയം. മനുഷ്യനെ തമ്മിലടിപ്പിച്ചും കലഹമുണ്ടാക്കിയും പല ഗ്രൂപ്പുകളാക്കി തിരിച്ചും അവരുടെ ആവശ്യങ്ങൾ നേടുക, അവർക്ക് വോട്ട് നേടുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഇതിന് പിന്നിലുള്ളൂ. മൃഗസംരക്ഷണമല്ല, കർഷകരെ സംരക്ഷിക്കുകയല്ല. കർഷകൻ ഇതും കൊണ്ട് ഒരു സംരക്ഷണവും ഒരു നേട്ടവും വരത്തില്ല. കൂടി വന്ന ഒരു പശു 10 വർഷമേ പാല് തരത്തുള്ളൂ. ഈ പറയുന്ന 10 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പശു ആവറേജ് 25 വർഷം വരെ ജീവിച്ചിരിക്കും. ഒരു ദിവസം പാലില്ലാത്ത പശുവിന്, പാല് തരുന്ന പശുവിന് നല്ല ചിലവുണ്ട് നോക്കുന്നതിന്. പാലില്ലാത്ത ഒരു പശുവിനെ നോക്കുവാനായിട്ട് ഒരു ദിവസം ഏകദേശം 120 രൂപ നമുക്ക് ചിലവുണ്ട്. ഈ 120 രൂപ ചിലവിൽ മേൽ പറഞ്ഞ 10 വർഷം കഴിഞ്ഞിട്ട് പിന്നീടുള്ള 15 വർഷം ഒരു പശുവിനെ നോക്കണമെങ്കിൽ ആ പശുവിന് ഏകദേശം 120 രൂപ ചിലവ് ഒരു ദിവസം വെച്ച് കണക്ക് കൂട്ടിയാൽ 15 വർഷത്തേക്ക് ഏകദേശം ഒരു 6.5 ലക്ഷം രൂപ ഒരു സാധാരണ കർഷകൻ ഒരു പശുവിന് പിന്നീട് അഡീഷണൽ മുടക്കണം. ഇയാൾക്ക് ലാഭവും പൈസയും ഒന്നും കിട്ടില്ല. ഈ പൈസ ആര് കൊടുക്കും? കർഷകന് വരുമാനമില്ലാത്ത കർഷകൻ 6.5 ലക്ഷം രൂപയോളം ഒരു പശുവിന് വീണ്ടും മുടക്കുകയാണ്. അപ്പോൾ ഇതൊന്നും മൃഗസംരക്ഷണമോ അല്ലെങ്കിൽ കർഷകനെ സംരക്ഷിക്കുന്നതോ ഇതൊന്നും അല്ല. ഇതിൻ്റെ പിന്നിലത്തെ സത്യം ഇതൊന്നും അല്ല. ഇത് ജനങ്ങളെല്ലാവരും തിരിച്ചറിയണം. ആദ്യം മനുഷ്യനെ സ്നേഹിക്കണം, എന്നിട്ട് നമുക്ക് മൃഗങ്ങളെ സ്നേഹിക്കാം. കർഷകരൊക്കെ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൃഗസംരക്ഷണം എന്നും പറഞ്ഞ് അവനെ കൂടുതലായി ആത്മഹത്യയിലേക്ക് തള്ളിയിടുന്ന പ്രവൃത്തികളാണോ ചെയ്യേണ്ടത് എന്ന് നമ്മുടെ ഗവൺമെൻറ് ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ്. ഇനി അങ്ങനെയുള്ള പദ്ധതികൾ ഒരു ഗവൺമെൻറ് കൊണ്ടുവന്നാൽ, ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി കൊണ്ടുവന്നാൽ അതിനെ എതിർക്കേണ്ട ചുമതല മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് എന്നുകൂടി തിരിച്ചറിയണം. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ എതിർക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറയുമ്പോൾ ഒളിച്ചോടി സ്വന്തം വീടിൻ്റെ പിന്നാമ്പുറത്ത് പോയി ഒളിച്ചിരിക്കേണ്ട ഗതികേടല്ല ഈ രാഷ്ട്രീയക്കാർക്കുണ്ടാകേണ്ടത്. അവരെതിരിടണം. ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ തീർച്ചയായും അതിനെ എതിർത്തിരിക്കും എന്നുള്ള മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളോട് ഒരാഹ്വാനവും കൂടി മുന്നോട്ട് വെക്കുന്നു. നന്ദി.